കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇതിലെ ആദ്യ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം. എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് occupies space is called matter. മാസ് ഉള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായ എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് occupies space is called matter. മാറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണെന്ന് നോക്കാം. 7 സ്റ്റേറ്റ്സ് ഉണ്ട് മാറ്ററിന്. ഒന്നാമത്തേത് സോളിഡ്, രണ്ടാമത്തേത് ലിക്വിഡ്, മൂന്നാമത്തേത് ഗ്യാസ്, നാലാമത്തേത് പ്ലാസ്മ, അഞ്ചാമത്തേത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ആറാമത്തേത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഏഴാമത്തേത് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അപ്പൊ നമ്മളതിൽ 3 ഇമ്പോർട്ടന്റ് സ്റ്റേറ്റുകളാണ് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവുക. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. ഇതാണ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ്? സോളിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡ്സിന് നിശ്ചിത ആകൃതിയുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയം. സോളിഡ്സിന് നിശ്ചിത വ്യാപ്തമുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, സോളിഡ്സില് പാർട്ടിക്കിൾസ് അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻ സോളിഡ്സ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് ആകർഷണ ബലം കൂടുതലായിരിക്കും. നാലാമത്തെ പോയിന്റ്, സോളിഡ്സ് മൂവ് വെരി സ്ലോലി. പാർട്ടിക്കിൾസ് അടുത്തടുത്താണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്, അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട്, വെരി സ്ലോ ആയിട്ട് അത് മൂവ് ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് സോളിഡ്സിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തെ പോയിന്റ്, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. രണ്ടാമത്തെ പോയിന്റ്, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയം. മൂന്നാമത്തെ പോയിന്റ്, പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. നാലാമത്തെ പോയിന്റ്, സോളിഡ്സ് മൂവ് വെരി സ്ലോലി. ഇനി എന്തൊക്കെയാണ് ലിക്വിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ലിക്വിഡ്സ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. അതായത് ലിക്വിഡ്സിന് നിശ്ചിത ആകൃതിയില്ല. ദേ ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ ഫിൽഡ്. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്യുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡ്സിനുണ്ടാവുക. ലിക്വിഡ്സ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ദേ ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. രണ്ടാമത്തെ പോയിന്റ്, ലിക്വിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയം. ലിക്വിഡ്സിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ്, പാർട്ടിക്കിൾസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ. പാർട്ടിക്കിൾസ് ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോളിഡ്സിന്റെ അത്രയും ക്ലോസ് ആയിട്ടല്ല പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത്. എന്നാലും ലിക്വിഡ്സില് പാർട്ടിക്കിൾസ് ക്ലോസ് ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് സോളിഡ്സിനേക്കാളും കുറവായിരിക്കും ലിക്വിഡ്സിന്. സോളിഡ്സിന്റെ അത്ര ക്ലോസ് ആയിട്ടല്ല പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോളിഡ്സിനേക്കാളും സോളിഡ്സിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാളും കുറവായിരിക്കും ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നാലാമത്തെ പോയിന്റ്, പാർട്ടിക്കിൾസ് മൂവ് സ്ലോലി. പാർട്ടിക്കിൾസ് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ലിക്വിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്നാമത്തെ പോയിന്റ്, ലിക്വിഡ്സ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. അതായത് ലിക്വിഡ്സിന് ഇൻഡെഫിനിറ്റ് ഷേപ്പാണുള്ളത്. രണ്ടാമത്തെ പോയിന്റ്,
liquids have definite volume. ലിക്വിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ്, പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ക്ലോസ് ടു ഈച്ച് അതർ. പാർട്ടിക്കിൾസ് അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റ്, പാർട്ടിക്കിൾസ് മൂവ് സ്ലോലി. പാർട്ടിക്കിൾസ് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഗ്യാസസ്. Now let's see what are the characteristics of gases. ഒന്നാമത്തെ പോയിന്റ്, gases do not have definite shape. ഗ്യാസസിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. രണ്ടാമത്തെ പോയിന്റ്, gases do not have definite volume. വാതകങ്ങൾക്ക് നിശ്ചിത വോളിയമില്ല അല്ലെങ്കിൽ വ്യാപ്തമില്ല. മൂന്നാമത്തെ പോയിന്റ്, they take the shape of the container. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ഗ്യാസിനുണ്ടാവുക. they take the volume of the container. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പും വോളിയവും ആയിരിക്കും ഗ്യാസസിനുണ്ടാവുക. നാലാമത്തെ പോയിന്റ്, gaseous particles are far apart. ഗ്യാസസില് പാർട്ടിക്കിൾസ് വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, പാർട്ടിക്കിൾസ് മൂവ് ഫാസ്റ്റ്. പാർട്ടിക്കിൾസ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഗ്യാസസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്നാമത്തെ പോയിന്റ്, ഗ്യാസിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. രണ്ടാമത്തെ പോയിന്റ്, ഗ്യാസിന് ഡെഫിനിറ്റ് വോളിയം ഇല്ല. മൂന്നാമത്തെ പോയിന്റ്, ഏത് കണ്ടെയ്നറിലാണോ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പും വോളിയം ആയിരിക്കും ഗ്യാഷ്യസ് പാർട്ടിക്കിൾസിന് ഉണ്ടാവുക. നാലാമത്തെ പോയിന്റ്, ഗ്യാസസ് പാർട്ടിക്കിൾസ് വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട്. അഞ്ചാമത്തെ പോയിന്റ്, പാർട്ടിക്കിൾസ് മൂവ് ഫാസ്റ്റർ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക ഗ്യാസിനാണ്. കാരണം പാർട്ടിക്കിൾസ് വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. Matter is divided into two. First one is pure substances and second one is mixtures. മാറ്ററിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേത് പ്യുവർ സബ്സ്റ്റൻസസ്, അതായത് ശുദ്ധ പദാർത്ഥങ്ങൾ. രണ്ടാമത്തേത് മിക്സ്ചേഴ്സ്, അതായത് മിശ്രിതങ്ങൾ. അപ്പൊ മാറ്ററിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പ്യുവർ സബ്സ്റ്റൻസസ്, രണ്ടാമത്തേത് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് എലമെന്റ്സ്, രണ്ടാമത്തേത് കോമ്പൗണ്ട്സ്. പ്യുവർ സബ്സ്റ്റൻസസ് ആർ ഫർദർ ഡിവൈഡ് ഇൻടു ടു, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. സിമിലർലി mixtures are further divided into two, homogeneous mixtures and heterogeneous mixtures. പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തേത് എലമെന്റ്സ്, രണ്ടാമത്തേത് കോമ്പൗണ്ട്സ്. മിക്സറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ഹോമോജനസ് മിക്സർ, രണ്ടാമത്തേത് ഹെറ്ററോജനസ് മിക്സർ. Matter is divided into two, pure substances and mixtures. Pure substances are further divided into elements and compounds. Mixtures are further divided into homogeneous mixtures and heterogeneous mixtures. അപ്പൊ ആദ്യം എന്താണ് എലമെന്റ്സ് എന്ന് നോക്കാം. is the simplest form of matter. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മൂലകങ്ങൾ. മാറ്ററിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് എലമെന്റ്സ്. എലമെന്റ്സ് 114 എലമെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ 92 എണ്ണം
നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇപ്പൊ കാർബണ്, ഹൈഡ്രജന്, ഓക്സിജന് ഇതൊക്കെ എലമെന്റ്സിന് എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തേത് കോമ്പൗണ്ട്സ്. രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന സബ്സ്റ്റൻസ് ആണ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് when two or more elements combined in a fixed proportion by mass. രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് മാസിന്റെ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേരുമ്പോഴാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സംയുക്തങ്ങൾ. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് when two or more elements combine in a fixed proportion by mass. കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ ആണ് വാട്ടർ, H2O. മാസ് നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. മാസിന്റെ ഒരു നിശ്ചിത അനുപാതത്തിൽ രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് മിക്സ്ചേഴ്സ്? മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മിശ്രിതങ്ങൾ. മിക്സ്ചേഴ്സ് കണ്ടെയ്ൻ 2 or more compounds or components. രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് അടങ്ങിയ സബ്സ്റ്റൻസ് ആണ് മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് ഹോമോജനസ് മിക്സർ, രണ്ടാമത്തേത് ഹെറ്ററോജനസ് മിക്സർ. ഹോമോജനസ് മിക്സറിന് യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. എല്ലായിടത്തും അതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഘടന എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിള് ഷുഗർ സൊല്യൂഷൻ. ഈ ഹോമോജനസ് മിക്സറില് ഡിഫറെന്റ് കമ്പോണൻസിനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തേതാണ് ഹെട്രോജനസ് മിക്സർ. ഹെട്രോജനസ് മിക്സറില് യൂണിഫോം കോമ്പോസിഷൻ അല്ല, അതായത് ഡിഫറെന്റ് കമ്പോണൻസിനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഹോമോജനസ് മിക്സറും ഹെറ്ററോജനസ് മിക്സറും തമ്മിലുള്ള ഡിഫറൻസ്. ഹോമോജനസ് മിക്സറിന് യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും, ഹെറ്ററോജനസ് മിക്സറിന് യൂണിഫോം കോമ്പോസിഷൻ അല്ല. ഹെറ്ററോജനസ് മിക്സറിന് ഒരു എക്സാമ്പിൾ ആണ് റൈസ് ആൻഡ് സ്റ്റോൺ. റൈസിനെ നമുക്ക് വേറെ കാണാൻ പറ്റും, സ്റ്റോൺ നമുക്ക് വേറെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫറെന്റ് കമ്പോണൻസിന് ഡിഫറെന്റ് ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും ഹെറ്ററോജനസ് മിക്സറിൽ. പക്ഷെ ഡിഫറെന്റ് കമ്പോണൻസിന് ഡിഫറെന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ ഹോമോജനസ് മിക്സറിൽ പറ്റില്ല. അതായത് അതിന്റെ കോമ്പോസിഷൻ എല്ലായിടത്തും യൂണിഫോം ആണ്. ഇതാണ് മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ.